ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വേസ് പാണക്കാട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? അത്യാവശ്യം ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു. രണ്ട് സൈഡിലേക്കും ട്രേഡ് വന്നിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു. ഓഫ് കോഴ്സ് ഞാൻ ഇന്ന് ലൈവ് മാർക്കറ്റിൽ ഒരുപാട് ലെവൽസ് അപ്ഡേറ്റ് ചെയ്യാനോ ഒരുപാട് അപ്ഡേഷനോ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. ഇൻഫാക്ട് എനിക്ക് തോന്നുന്നു AOT ഫാമിലി ഗ്രൂപ്പിൽ ഞാൻ ഒരു ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ഒരു ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് ഞാൻ വാച്ച് ചെയ്യുന്ന ലെവൽ എന്നുള്ളത്. ബട്ട് ഇവിടെ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ആൻഡ് ആ ഒരു ലെവലിൻ്റെ ബ്രേക്ക്ഔട്ടിൽ ഞാൻ ട്രേഡ് എടുത്തെന്ന് വെച്ചാൽ ട്രേഡ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി. കാരണം ബ്രേക്ക്ഔട്ട് ഉണ്ടായിട്ടുള്ള ക്യാൻഡിൽ ഒരു വലിയ ക്യാൻഡിലായിരുന്നു. ആൻഡ് ഞാൻ രാവിലെ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരു ട്രാപ്പിന് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്ന് ആ ട്രാപ്പോ കാര്യങ്ങളോ ഒന്നും കാണിക്കാണ്ട് മാർക്കറ്റ് ക്ലീൻ ആയിട്ട് താഴെ പോകുന്നതാണ്. സോ എൻ്റെ പേഴ്സണൽ ട്രേഡ് വന്നിട്ടുള്ളത് റിവേഴ്സൽ ട്രേഡ് ആയിരുന്നു. എന്തുകൊണ്ട് റിവേഴ്സൽ ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പ്രോപ്പർ ആയിട്ടൊരു വെഡ്ജ് പാറ്റേൺ നമുക്ക് അവിടെ ഉണ്ടായി തന്നിട്ടുണ്ട്. 23,500 എന്നുള്ള പ്രോപ്പർ റൗണ്ട് നമ്പറിൽ വന്നിട്ട് റിവേഴ്സലിലാണ് ആ ഒരു വെഡ്ജ് പാറ്റേൺ വന്നിട്ടുള്ളത്. സോ എൻ്റെ ട്രേഡ് ഉണ്ടായിരുന്നത് അവിടെ നിന്നായിരുന്നു. ആൻഡ് അതും ഒരു മോശമില്ലാത്ത ട്രേഡായിട്ട് മാറി എന്നുള്ളതാണ്. ആൻഡ് നല്ലൊരു ട്രേഡിംഗ് ഡേ ആയിട്ട് തന്നെ ഇന്നത്തെ ദിവസം അവസാനിച്ചു എന്നുള്ളതാണ്. ആൻഡ് ഇന്ന് രാവിലെ ടു ബി ഫ്രാങ്ക്, ഇപ്പം എൻ്റെ അനാലിസിസ് തെറ്റി എന്നുള്ളതല്ല അതിനർത്ഥം. എൻ്റെ വ്യൂവിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആ ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വ്യൂ അവിടെ ഒരു ട്രാപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യുകയാണെന്ന്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലെവൽസ് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊരു ട്രേഡ് എന്നുള്ളതായിരുന്നു. സോ ഇന്ന് ആ ഒരു ട്രാപ്പ് ഉണ്ടാക്കിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ മാറി. ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ ദിവസവും മാർക്കറ്റ് പോകില്ല. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഡൈനാമിക്കാണ്. നമുക്കതിനെ ഒരു പരിധിക്കപ്പുറം പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. മാർക്കറ്റ് മേക്കേഴ്സാണ് മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഒരു ദിവസം അടങ്ങിയിരിക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ്. അത് പറയുമ്പം ഇന്നലെ നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ് അടങ്ങിയിരുന്നു എന്നുള്ളതായിരുന്നു. ഞാനതിനെ ടെലഗ്രാമിൽ വീണ്ടും റീഷെയർ ചെയ്യുന്നൊക്കെ ഉണ്ടായി. ലൈക്ക് അടങ്ങിയിരുന്നു കേൾക്കുമ്പോൾ സന്തോഷമുണ്ടെന്നുള്ളത്. സോ എന്തുകൊണ്ടാണ് ഈ അടങ്ങിയിരുന്നു എന്ന് കേൾക്കുമ്പം സന്തോഷം എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം അടങ്ങിയിരിക്കുമ്പോഴേക്ക് എന്താണ് ഇത്ര സന്തോഷം എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൻസർ സിമ്പിളാണ്. നിങ്ങൾ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ എന്നുള്ള ജേണിയിലേക്ക് അടുത്ത് കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു ദിവസം നിങ്ങൾ അടങ്ങിയിരുന്നു എന്നുള്ള പെർസ്പെക്റ്റീവിൽ മാത്രം നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതൊരു ചെറിയ ഉത്തരമായിട്ട് തോന്നുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം അതിൻ്റെ പിറകിൽ കുറേ കാര്യങ്ങളുണ്ട്. ആസ് എ ട്രേഡർ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഒരു ദിവസം അടങ്ങിയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സെറ്റപ്പിൽ ട്രേഡ് വന്നില്ല, നിങ്ങൾക്ക് മാർക്കറ്റിന് മുമ്പിൽ വെറുതെ ഇരിക്കാൻ പറ്റി. ചാർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻഡിൽസ് ഉണ്ടാക്കി വിളിച്ചിട്ടും നിങ്ങൾക്ക് ആ ട്രേഡിലേക്ക് പോവാണ്ട് അടങ്ങിയിരിക്കാൻ പറ്റി. രണ്ടാമത്തായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ലെറ്റ്സ് സേ നിങ്ങളുടെ സ്ട്രാറ്റജി, നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്തൊരു സ്ട്രാറ്റജി ആവട്ടെ, അതിനകത്ത് വിന്നിങ് റേഷ്യോ ലെറ്റ്സ് സേ 50% വിന്നിങ് റേഷ്യോ ആണെന്ന് നോക്കുക. ലെറ്റ്സ് അസ്യൂം 50% വിന്നിങ് റേഷ്യോ ആണെന്ന് നോക്കുക. ഒരു ദിവസത്തെ ട്രേഡ്, ആവശ്യമില്ലാത്തൊരു ട്രേഡ് ഞാൻ ഒഴിവായി എന്ന് പറഞ്ഞാൽ അതെന്തായി? ബൈ ഡിഫോൾട്ട് 51% വിന്നിങ് റേഷ്യോ ആയി. ആൻഡ് അടുത്തതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായി? ഇന്നലത്തെ നിങ്ങളുടെ റിസ്ക് എടുക്കേണ്ട എമൗണ്ട് എന്താണോ അത് നിങ്ങളുടെ ക്യാപിറ്റൽ അതേപോലെ ഉണ്ട്. ആ ക്യാപിറ്റൽ വെച്ചിട്ട് വീണ്ടും നിങ്ങൾക്ക് ഒരു ട്രേഡിനെ അടുത്ത ദിവസം ഫ്രഷ് മൈൻഡോടുകൂടി ട്രേഡ് ചെയ്യാൻ പറ്റുകയാണ്. സോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഒരു ട്രേഡിനെ സ്കിപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബൈ ഡിഫോൾട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ പറഞ്ഞു വന്നത്, അടങ്ങിയിരിക്കാൻ പറ്റുന്നുണ്ട് മാർക്കറ്റിൽ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ചെറിയ കാര്യമല്ല, ഒരു വലിയ കാര്യമാണ്. ആൻഡ് മാർക്കറ്റിൽ ലോസ് ഉണ്ടാക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും പ്രശ്നം അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങളോട് ചോദിച്ചു നോക്കിയാൽ മതി. അടങ്ങിയിരിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ മാത്രമല്ലേ നിങ്ങളും ലോസുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്, വലിയ വലിയ ലോസുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളോട് ചോദിച്ചാൽ മതി. ആൻഡ് അഗെയിൻ വെൻ ഇറ്റ് കംസ് ടു മാർക്കറ്റ് കേസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. നിഫ്റ്റി വന്നിട്ട് 23,650 ആൻഡ് അതുപോലെ തന്നെ മുകളിൽ ഒരു ചെറിയ റേഞ്ച് ഉണ്ടാക്കി വന്നിട്ടുണ്ട്. ആൻഡ് അത്യാവശ്യം പ്രീമിയം രണ്ട് സൈഡിലേക്ക് മൂവ് ആയിട്ടുണ്ട്. പ്രീമിയം ഒരുപാട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്രേക്ക്ഔട്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു. ഇന്ന് അത്ര വലിയ പ്രീമിയോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഓഫ് കോഴ്സ് ഈ സൈഡിൽ ചെറിയൊരു പ്രീമിയം ഉണ്ട്. ബട്ട് നാളത്തെ ഓപ്പണിംഗ് എങ്ങനെയാണ്, നാളത്തെ ഇനീഷ്യൽ ആക്ഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. സോ ആസ് ഓഫ് നൗ നമുക്ക് അഗ്രസീവായിട്ടൊരു ബയ്യും പറ്റാത്തൊരവസ്ഥയിലാണ്, സെല്ലും പറ്റാത്തൊരവസ്ഥയിലാണ്. ടു മീ, ഞാൻ അങ്ങനെയാണ് മാർക്കറ്റിനെ റീഡ് ചെയ്യുന്നത്. സോ ഒന്നൊരു ഡിഫെൻസീവ് മോഡിൽ നമ്മൾ ഈ ഒരു എക്സ്പയറിനെ കാണേണ്ടതുണ്ട്. നാളെ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ്, എക്സ്പയറി എന്ന് പറയുന്നത് 70% ദിവസങ്ങളിലും സെല്ലറുടെ ഫേവറിലായിരിക്കും ട്രേഡ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. സോ വലിയ പ്രീമിയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ബ്രേക്ക്ഔട്ടിനോ കാര്യങ്ങൾക്കൊക്കെയുള്ള ചാൻസുകളുണ്ട്. ബട്ട് നമുക്ക് നോക്കാം എന്താണ് ലെവൽസ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
സോ അടങ്ങിയിരിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആവശ്യമില്ലാത്ത ലോസുകളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആവശ്യമില്ലാത്ത ട്രേഡുകളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു റൈറ്റ് ട്രാക്കിലാണ് എന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാനിവിടെ ഒരുപാട് ഫേക്ക് പ്രോമിസുകളോ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാറില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ആ ട്രേഡിങ്ങിനെ കുറിച്ച് പിന്നെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഇതുവരെ ഡെഫിനറ്റ് ആയിട്ട് ഗ്യാരണ്ടി ആയിട്ട് എനിക്ക് പറയാൻ പറ്റും, ട്രേഡിങ്ങിനെ കുറിച്ച് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യം ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ള എന്നുള്ളതാണ്. സോ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അടങ്ങിയിരിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീസൻ്റ് ആയിട്ടൊരു എമൗണ്ട് മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ട്രേഡിങ്. അവിടെ വേണ്ടത് ഡിസിപ്ലിൻ എന്നുള്ളൊരു സംഗതി മാത്രമാണ്. ആ ഡിസിപ്ലിനിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയത്തിലേക്ക് നിങ്ങൾ സ്പീഡ് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് നല്ലൊരു പിന്നെ വേയിൽ തന്നെയാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചാർട്ടിൽ നോക്കാം. ചാർട്ടിലേക്ക് പോകാം. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത്, എക്സ്പയറി ആവുന്നതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റിനെ വാച്ച് ചെയ്യേണ്ടത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ചാർട്ടിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടിലാണ്. നിഫ്റ്റിയുടെ ചാർട്ടിൽ അപ്പോൾ ഇന്നലത്തെ ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് നമ്മൾ പറഞ്ഞ ലെവലിൻ്റെ ഉള്ളിലായിട്ട് തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നിന്ന് ട്രേഡ് ചെയ്യാണ്ട് നേരെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു. ആൻഡ് അതിനുശേഷം ഇവിടെ ഒരു റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ആൻഡ് ഞാൻ ക്ലിയർ ആയിട്ട് പറയാമല്ലോ, ഞാൻ ഈ ഒരു ലെവലിൻ്റെ താഴെയായിട്ട് മാർക്കറ്റ് ഒരു ട്രാപ്പ് ഉണ്ടാക്കി എഗെയിൻ ഒന്ന് മുകളിലേക്ക് കയറി. അതായത് ഈ ഒരു വന്ന വരവ് എഗെയിൻ ഒന്ന് മുകളിലേക്ക് കയറി. പടച്ചവരാണ്, ഞാൻ ഈ ഒരു നമ്പർ ഇവിടെ ഈ ഒരു ലെവലിനെ ഞാൻ ടൈപ്പ് ചെയ്തു, എന്നിട്ട് ഞാൻ സ്കിപ്പ് ചെയ്താട്ടോ. ചെയ്യാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഒരു പിന്നെ ട്രാപ്പിലേക്ക് നിങ്ങളെ കൊണ്ടുപോകേണ്ട. എനിക്ക് അവിടെ ഒരു എന്താ പറയുക, ഞാൻ 100% ഷുവറായിട്ട് പ്രതീക്ഷിച്ച ഒരു കാര്യം, ഇവിടെ ഒരു ട്രാപ്പ് ഉണ്ടാവും. ആൻഡ് അതിനുശേഷം ഈ ഒരു ഫോൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫോൾ ആയിരിക്കും എന്നുള്ളതാണ്. സോ ഈ ഒരു ലെവലിനെ ഞാൻ അവിടെ ടൈപ്പ് ചെയ്തിട്ട് പോലും നമ്മുടെ എവിടി ഫാമിലി ഗ്രൂപ്പിൽ ഞാൻ ആ ഒരു ലെവലിനെ ടൈപ്പ് ചെയ്യുന്നതായി. ബട്ട് ഇവിടെ ഞാൻ അത് ടൈപ്പ് ചെയ്യാണ്ടിരുന്നത് പിന്നെ എന്തുകൊണ്ട് അവിടെ ചെയ്തു, എന്തുകൊണ്ട് ഇവിടെ ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഉത്തരവേ ഉള്ളൂ. അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ് ആയിട്ട് അറിയാവുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, എവിടെ ലോസിനെ കട്ട് ചെയ്യണം എന്നുള്ളത് അറിയുന്ന ആൾക്കാരാണ്. അവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയോ ഇല്ല എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ലോസിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റിയാൽ തന്നെ പകുതി വിജയിച്ചു എന്നുള്ളതാണ്. സോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ അവിടെ മാത്രം ലെവലിനെ ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ളതെന്നാണ്. ആൻഡ് അതും ജസ്റ്റ് ലെവൽസിന് മാത്രം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സോ പിന്നെ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു പ്രോപ്പർ വെഡ്ജ് പാറ്റേൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വെഡ്ജ് പാറ്റേണിൻ്റെ ഇവിടുന്നൊക്കെ ആയിട്ടാണ് എൻ്റെ ട്രേഡ് വന്നിട്ടുള്ളത്. ആൻഡ് അതിനെ ഞാൻ ഈ ഒരു പോയിന്റിലേക്ക് ക്യാപ്പ് കട്ട് ചെയ്തു. കാരണം ഇത് എഗെയിൻ ആ ഒരു റേഞ്ച് പോയിന്റ് ആണ്. അവിടെയൊക്കെ വെച്ചിട്ട് ഞാനത് കട്ട് ചെയ്യേണ്ടായത്. ആൻഡ് എഗെയിൻ നന്നായിട്ട് വീണ്ടും പോകുന്നൊക്കെ ഉണ്ടായി. ബട്ട് പ്രീമിയം അത്ര ഭയങ്കരമായിട്ടൊന്നും മൂവ് ചെയ്യുന്നുണ്ടായില്ല. ഈ ഒരു നൃത്തത്തിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രീമിയം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ ട്രേഡിംഗ് ഡേ എൻഡ് ചെയ്തത്. ആൻഡ് എഗെയിൻ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് എഗെയിൻ ബിൽഡ് ആയിട്ടുള്ളത്. കാരണം ഈ ഒരു റേഞ്ച് ഇന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുള്ള റേഞ്ച്, ഇന്ന് രാവിലെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുള്ള റേഞ്ചും, ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇന്ന് മോർണിംഗിൽ ആ ഒരു സെൽ ഓഫ് വന്നിട്ടുള്ള റേഞ്ചും, അതായത് 730 എന്നുള്ള ലെവലിനെ നമുക്ക് അപ്പർ സൈഡിലേക്ക് വാച്ച് ചെയ്യാം. ഓൺ ദ ലോവർ സൈഡ് ഈ ഒരു ലെവൽ എന്നുള്ളതിന് പകരം ഇന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ലെവലിനെ 23,630 എന്നുള്ള ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാം. ലെറ്റ്സ് സേ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഈ ഒരു മാർക്കറ്റ് തൊടാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. കാരണം എക്സ്പയറി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഭയങ്കരമായിട്ടുള്ളൊരു റേഞ്ചോ കാര്യങ്ങളൊന്നുമില്ല. ബട്ട് ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഈ ഒരു റേഞ്ച് വരെയുള്ള ഒരു മൊമെൻറ്റം നമുക്ക് കാണാൻ പറ്റും. ബട്ട് ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് 23,560 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. അടുത്ത ടാർഗറ്റായിട്ട് നമുക്ക് ഈ ഒരു ലോയിനെ നമുക്ക് വാച്ച് ചെയ്യാം. 500 എന്നുള്ള ലോയിനെ നമുക്ക് വാച്ച് ചെയ്യാം. എഗെയിൻ അപ്പർ സൈഡിലേക്കാണ് മൂവ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ലൈക്ക് ഷോർട്ട് കവറിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഷോർട്ട് കവറിങ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം 765 770 എന്നുള്ള ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട്. സോ ഫസ്റ്റ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് കോസ്റ്റിലേക്ക് വെച്ചിട്ട് എഗെയിൻ ഫർദർ അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഏറ്റവും ഇതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 800 എന്നുള്ള പോയിന്റ് ഉണ്ടല്ലോ, 800 പോയിന്റിൻ്റെ മുകളിൽ ചെറുതായിട്ട് ട്രാപ്പ് വരാൻ ചാൻസ് ഉള്ള പോയിന്റ് ആണ്. ബട്ട് 880 എന്നുള്ള ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രൂട്ടൽ എക്സ്പയറി ആയിട്ട്, സെല്ലേഴ്സിന് ഒരു ബ്രൂട്ടൽ എക്സ്പയറി ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു ലെവലൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ആൻഡ് അഗെയിൻ വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ബാങ്കിൽ ഞാൻ പ്രത്യേകിച്ച് ഒരു ലെവൽസിനെ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അപ്പോ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50,000 എന്നുള്ള ലെവലിൽ തന്നെ ഞാൻ എടുത്തിട്ടുള്ളത്. ഓൺ ദ ലോവർ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട്
775 എന്നുള്ള ലെവലായിരിക്കും. 775 ആൻഡ് അതുപോലെ തന്നെ 50,000 എന്നുള്ള ലെവൽ. സോ ഈ രണ്ട് ലെവലിനെ വാച്ച് ചെയ്യുക. ഈ ഒരു ലെവലിൻ്റെ താഴെ മുകളിലിരിക്കുന്ന നാളത്തെ ട്രേഡ് വരാൻ പോകുന്നത് താഴത്തേക്കുള്ള ട്രേഡാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രേഡ് വരാൻ സാധ്യതയുണ്ട്. 600 വരെയുള്ള ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. 600 എന്നുള്ള പോയിന്റിൽ ഫസ്റ്റ് ടാർഗറ്റിനെയും ആൻഡ് അതിനുശേഷം നമുക്ക് പിന്നെ ഈ ഒരു 450 ആ ഒരു റേഞ്ച് വരെയുള്ള സെക്കൻഡ് ടാർഗറ്റിനെയും നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ സൈഡിലേക്കാണ് മൊമെൻറ്റം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് പിന്നെ ഈ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് 55 എന്നുള്ള ലെവലിൻ്റെ മുകളിലായിട്ട് പ്രോപ്പർ സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അതിന് അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 200 എന്നുള്ള ലെവലിൻ്റെ മുകളിലേക്ക് പിന്നെ ആ ഒരു ലെവൽ വരെയുള്ള ടാർഗറ്റ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് 200ൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ നമുക്കൊരു ബുള്ളിഷ് വ്യൂവിലേക്ക് ഇരിക്കാനും പറ്റുന്നതാണ്. കാരണം ഈ ഒരു സെൽ ഓഫ് ക്യാൻഡിലെ മൊത്തത്തിൽ പിന്നെ എൻഗൾഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ അവിടെ ഒരു നല്ലൊരു മൂവ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു ബൈയിങ് സൈഡിലേക്കുള്ളൊരു മൊമെൻറ്റം നമുക്കവിടെ കാണാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു ലെവലിനെയും നമുക്ക് എഗെയിൻ വരും ദിവസങ്ങളിലേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് ഇനി ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ അതിന് മുമ്പ് നമ്മൾ പിന്നെ നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫിൻ സർവീസിൽ ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ 23,200 എന്നുള്ള ലെവലാണ്. ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 23,300 എന്നുള്ള ലെവലാണ്. ഈ രണ്ട് ലെവലിനെ വാച്ച് ചെയ്യുക. ആൻഡ് അഗെയിൻ മിഡ് ക്യാപ് നിഫ്റ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിനെയാണ് നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പോകുന്നത്. ലെവൽ എന്ന് പറയുന്നത് പിന്നെ 12,535 എന്നുള്ള ലെവലാണ്. ഓൺ ദ അപ്പർ സൈഡ് ഞാൻ എടുക്കാൻ പോകുന്നത് 600, 610 എന്നുള്ള ലെവലാണ്. സോ ഈ രണ്ട് ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാം. ആൻഡ് അഗെയിൻ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ HDFCയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ലെവൽസ് 1 സെക്കൻഡ് 15 മിനിറ്റ് ചാർട്ടിലേക്ക് പോകാം നമുക്ക്. 15 മിനിറ്റ് ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1700 എന്നുള്ളതാണ്. 1700ൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു ബൈങ് സൈഡിലേക്കുള്ള മൊമെൻറ്റം എഗെയിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് ICICI ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ 1270 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. 1270യുടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ബൈങ്ങിലേക്കുള്ള മൊമെൻറ്റ് അവിടെ കാണാൻ സാധ്യതയുണ്ട്. കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബേസിനെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതായത് 1780 താഴെയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് വ്യൂ തന്നെ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് അഗെയിൻ ആക്സിസ് ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് 1080 എന്നുള്ള ലെവലാണ്. 1080യുടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ബൈങ് സൈഡിലേക്കുള്ള മൊമെൻറ്റം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇൻഫിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം. 1920 നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ലെവൽ കൂടിയാണ്. ആ ഒരു ലെവലിൻ്റെ താഴെ പ്രോപ്പറായിട്ടുള്ളൊരു മൂവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ആസ് ഓഫ് നോ ഇതൊരു ബേസ് ആയിട്ട് ആക്ട് ചെയ്യണം. ഇതിൻ്റെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സെല്ലിംഗ് സൈഡിലേക്കുള്ള മൊമെൻറ്റം ഉണ്ടാവും. ആൻഡ് ഇതൊരു അത്ര ഹെൽത്തി ആയിട്ടുള്ള മൂവ് അല്ല. എഗെയിൻ ഇന്ന് ഞാൻ നിഫ്റ്റിയിൽ പറഞ്ഞിട്ടുള്ള ഓൾമോസ്റ്റ് ഒരു വെഡ്ജ് ടൈപ്പ് പാറ്റേൺ തന്നെയാണ് ഇവിടെയും ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇൻട്രാഡേയിലൊക്കെ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേണിനൊക്കെ വാച്ച് ചെയ്യാവുന്നതാണ്. ആൻഡ് അഗെയിൻ TCSലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പിന്നെ ബുള്ളിഷ് മൂവ് നമുക്ക് TCSൽ നിന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ബ്രേക്ക്ഔട്ട് ലെവലായിട്ടുള്ള 4095 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. റിലയൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റിലയൻസിൽ നമുക്ക് ഇവിടെ ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. 1258 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. 1258. സോ ഈ ഒരു ലെവലിൽ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ അവിടെ ചെറിയൊരു വീക്ക്നെസ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു ലെവലിൽ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. അനാലിസിസ് പിന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ നിർബന്ധമായിട്ട് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം. ബൈ.